ഹലോ ഫ്രണ്ട്സ്, ജുവൽ പോൾ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ കുറിക്കമ്പനിയിലെ ഓണാഘോഷമാണ്. അപ്പോൾ ഞങ്ങൾ ഓണാഘോഷത്തിന് നമ്മുടെ പൂക്കളിടുന്ന ഭാഗമാണ് ഫസ്റ്റ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾക്ക് വലിയൊരു സന്തോഷമാണ് ഈ ഓണാഘോഷം എന്ന് പറയുന്നത് അല്ലേ, സദ്യയും പൂക്കളും. അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു പഴയകാല ഓർമ്മകൾ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഓരോ പ്രാവശ്യവും ഓണം ആഘോഷിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് പഴയ കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ചെറുപ്പവും എല്ലാം ഓർമ്മ വരും. പിന്നെ അതുപോലെ തന്നെ ആ സദ്യ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വലിയൊരു അനുഭവം തന്നെയാണ് നമ്മുടെ സദ്യ എന്ന് പറയുന്നത്, ഓണസദ്യ. അപ്പോൾ കേരളീയരുടെ മാത്രം ഒരു അഹങ്കാരമാണ് ഈ ഓണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ ഓണത്തിൻ്റേതായ എല്ലാ ഒരു പൂർണ്ണതയോട് കൂടിയിട്ടാണ് നമ്മൾ ഓണം അവിടെ ആഘോഷിച്ചത്. അതിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലുടനീളം ഇടുന്നത്. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് കണ്ടാലോ. ഞങ്ങളുടെ കുറിക്കമ്പനിയിൽ എല്ലാ കൊല്ലം ഓണം ആഘോഷിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാവാറുണ്ട്. ഞങ്ങൾ ഫസ്റ്റ് തന്നെ വന്ന് ഞങ്ങൾ തന്നെയാണ് പൂക്കളൊക്കെ പൊട്ടിച്ച് പൂക്കളിടുക. അപ്പോൾ കുട്ടികളുടെ സന്തോഷം കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ കാണിച്ചു കൊടുത്താൽ തന്നെ അവരത് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മളതൊക്കെ അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുകയാണ്. പൂക്കളൊക്കെ വേർതിരിച്ച് ഓരോ കളറുകൾ ഓരോന്നും വിടിയിച്ച് അവരെ കൊണ്ട് പൂക്കളിടിപ്പിച്ച് അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും അവർ ഉൾപ്പെടുത്തി. അപ്പോൾ അവരുടെ സന്തോഷം കാണേണ്ടത് തന്നെയായിരുന്നു. പിന്നെ അതുപോലെ ഞങ്ങളുടെ കൂടെ ഒരു വർഷക്കാലമായിട്ട് ഞങ്ങളുടെ ഒരു MDയും ഭാര്യ ഉണ്ടായിരുന്നില്ല, അവർ ലണ്ടനിലായിരുന്നു. അവർ ഈ പ്രാവശ്യം ഓണത്തിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും ഞങ്ങളുടെ കൂടെ ഓണത്തിന് കൂടി. അപ്പോൾ അതുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇനി അടുത്ത വർഷം ഇതുപോലെ നമുക്ക് ഓണം കൂടാൻ പറ്റുമോ എന്ന് അറിയില്ല. കാരണം നമ്മുടെ അവിടുത്തെ ഈ കുറിക്കമ്പനി എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൻ്റെ മുകൾ വശത്താണ് നമ്മൾ ഓണം ആഘോഷിക്കാറ്. അവിടെ ഇപ്പോൾ വേറെ സ്ഥലത്ത് വേറെ ആൾക്കാർക്ക് അത് റെൻറ്റിന് കൊടുത്തു. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ അടുത്ത വർഷം അത് അവിടെ ആഘോഷിക്കാൻ പറ്റുമോ എന്നറിയില്ല. അപ്പോൾ ഒരു പക്ഷേ ഇത് ആ കുറിക്കമ്പനിയിലുള്ള ലാസ്റ്റത്തെ ആ ഒരു ഓണമായിരിക്കും. അതും ഞങ്ങൾ ഭംഗിയായിട്ട് അതുകൊണ്ട് തന്നെ ആഘോഷിച്ചു. പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും വളരെയധികം സഹകരണത്തോട് കൂടിയിട്ടാണ് എല്ലാവരും ആ ഓണാഘോഷം അവിടെ നടത്തിയത്. ഓണത്തിന് മുന്നേ തന്നെയാണ്, ഇപ്പോൾ തൊട്ടേ നമ്മുടെ അവിടെ ഓണാഘോഷങ്ങൾ തുടങ്ങാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഫസ്റ്റത്തെ ഞങ്ങളുടെ ഓണാഘോഷമാണ്. ഓണത്തിൻ്റെ സദ്യ കഴിച്ചതും ഫസ്റ്റത്തെ ഓണാഘോഷമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. എല്ലാവരും അതായിട്ടാണ്. നമ്മൾ ചെറുപ്പമെന്നോ ചെറിയ കുട്ടിയെന്നോ വലിയ കുട്ടിയെന്നോ വലിയ ചേട്ടന്മാർ ചേച്ചിമാരെന്നൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും വളരെയധികം സന്തോഷത്തോട് കൂടിയിട്ടാണ് അന്നത്തെ ഒരു ദിവസം നമ്മുടെ പൂക്കളമിട്ടും അതുപോലെ തന്നെ ഞങ്ങൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അന്ന് ചെറിയൊരു മീറ്റിംഗ് പോലെ കൂടി നല്ലൊരു പൂക്കളം തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ കഴിവിൻ്റെ മാക്സിമം ആ ഒരു പൂക്കളത്തിൽ കൊണ്ടുവരാനായിട്ട് കുട്ടികൾ ശ്രമിച്ചിട്ടുണ്ട്. നമ്മളവരെ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ അങ്ങനത്തെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ആ ഒരു വീഡിയോ. പൂക്കളമിട്ടത് കുട്ടികളാണ്. കാരണം അമ്മമാർക്ക് നിലത്തിരുന്നിട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് കുട്ടികൾ തന്നെയാണ് പൂക്കളിട്ടത്. നമ്മളവരെ ഹെൽപ്പ് ചെയ്തിട്ടേ ഉള്ളൂ. എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. അവർ ആ ഒരു ഭയങ്കര ഒരു മടിയൊന്നും കാണിച്ചില്ല. വളരെയധികം സന്തോഷത്തോടു കൂടിയും അതുപോലെ തന്നെ എന്താ പറയുക, ഒരു പുതുമയോട് കൂടിയിട്ടൊക്കെയാണ് ഇന്നത്തെ ഓണാഘോഷം നമ്മൾ ആഘോഷിച്ചത്. ഈ വർഷത്തെ ആദ്യത്തെ ഓണാഘോഷമാണ് നമ്മൾ കുറിക്കമ്പനിയിൽ കൂടിയത്. അപ്പോൾ ഞങ്ങൾ പാർട്ട്നേഴ്സും ഭാര്യമാരും മക്കൾ അവരൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. കണ്ണിലെ കുട്ടികൾക്കൊക്കെ എന്ത് സന്തോഷമാണെന്ന് പറയണ്ടേ. അവർ വീടുകളിൽ അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വക പരിപാടികളൊക്കെ റെഡിമെയ്ഡാണല്ലോ. അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ ഇങ്ങനത്തെ ഓണാഘോഷങ്ങൾ നടത്തേണ്ടത്. ഇതൊക്കെ ശരിക്കും നടത്തേണ്ടത് തന്നെയാണ് കേട്ടോ. കാരണം എല്ലാവർക്കും അതൊരു സന്തോഷം തന്നെയാണ്. എല്ലാവരും ഒരുമിച്ച് കൂടുക, ഫുഡ് കഴിക്കുക അല്ലേ. എല്ലാവർക്കും ഉണ്ടാവും അങ്ങനെ ആഗ്രഹങ്ങളൊക്കെ. പക്ഷേ നമ്മളപ്പോൾ മാക്സിമം ഇങ്ങനത്തെ പരിപാടികളൊക്കെ നടത്തണം, അതിനൊക്കെ നമ്മൾ പ്രോത്സാഹനം കൊടുക്കണം എന്നൊക്കെയാണ് എൻ്റെ ഒരു ആഗ്രഹം. എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തന്നെയാണ് കൂടാൻ ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. അപ്പോഴാണ് നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. പിന്നെ പുതിയ തലമുറയുടെ ഇഷ്ടങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കാണിച്ചാൽ കൊടുക്കണം. അടുത്ത വർഷം അവർ ചെയ്യേണ്ടതാണ് എന്നൊക്കെയുള്ള ഒരു ബോധ്യം അതൊക്കെ അവർക്ക് ഈ ഒരു ഓണാഘോഷത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവണം. അങ്ങനെയൊക്കെയാണ് നമ്മൾ ആ ഓണാഘോഷം കൊണ്ടുവന്നത്. ഈ വീഡിയോ എടുക്ക പിന്നെ ഈ അവിടെ നിൽക്കണം. നിന്നെ ഇപ്പൊ ഇവിടെ ഇല്ല. നീ ഇപ്പൊ കേരളത്തിന്റെ തനിമയായിട്ടുള്ള
കേരളത്തിന്റെ ഐക്യമായിട്ടുള്ള കേരളത്തിന്റെ മഹാബലി കേരളത്തിൽ നശിക്കുന്ന ഈ വേളയിൽ നിങ്ങൾ രണ്ടുപേർക്കും സംസാരിക്കാനായിട്ട് മഹാബലിയുടെ വേഷം വിധാനങ്ങളൊന്നും ഇല്ലേ കാണിക്കാപുരം കോളേജിന്റെ മഹാബലിയായിട്ടുള്ള കോളേജിന് ഞാൻ കൈമാറുകയാണ്. സ്നേഹം നിറഞ്ഞ കാണിക്കപുരം കുടുംബാംഗങ്ങളെ, ഒത്തിരിയേറെ സന്തോഷമുണ്ട്. നമ്മൾ ഈ ഒരു കൂട്ടായ്മ ഇന്നിവിടെ നമ്മൾ കൂടുമ്പോൾ ഒത്തിരിയേറെ എനിക്ക് തോന്നുന്നത് നമുക്ക് ജീവിതത്തിൽ ഇന്നുവരില്ലാത്തൊരു അനുഭവം, സന്തോഷം നമ്മൾ പങ്കിടാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു സങ്കടവും ഉണ്ട്. നമ്മുടെ ഈ കൂട്ടായ്മ ഇനി സത്യം പറയുകയാണെങ്കിൽ ഈ ഹാളിൽ ഇനി നമ്മൾക്ക് ഒരു പക്ഷെ അവസാനിക്കായിരിക്കാം. അപ്പൊ അതൊരു ലിയോൺ പറഞ്ഞ മാതിരി നമ്മുടെ എം ഡി പറഞ്ഞ പോലെ മഹാബലികളും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് ഏറ്റവും നല്ല ഒരു ഓണമായി തീരട്ടെ. എല്ലാവരും മനസ്സിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ ഓണം എല്ലാവർക്കും ആശംസിക്കുന്നു. താങ്ക് യു. ഇതിന് കാരണഭൂതരായിട്ടുള്ള എല്ലാവരോടും നന്ദി പറയുന്നു. ആദ്യമായിട്ട് പ്രാർത്ഥന ഐറിൻ, റോസ്മു, അതുപോലെ തന്നെ ആൻപ്രിയ. ലോകം മുഴുവൻ സുഖം പകരാനാ സ്നേഹദീപമേ നിഴി തുറക്കൂ. കടലവിവാരണം കനിവെന്നുരവേ കാറ്റിൻ നടുവിൽ വഴിതെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനാ അവരെയും ഏറ്റവും സ്നേഹത്തോടുകൂടി ഈ യോഗത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയിട്ടുള്ള അനീഷ് എൻ്റെ ഫാമിലി ഏറ്റവും സ്നേഹത്തോടുകൂടി ഈ യോഗത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ കാണിക്കപ്പുറം പോലീസിൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ എല്ലാ മെമ്പേഴ്സിനും കുടുംബാംഗങ്ങളെയും ഏറ്റവും സ്നേഹത്തോടുകൂടി ഈ യോഗത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. എല്ലാവരെയും യോഗത്തിലേക്ക് ഞാനൊന്നും കാര്യമായിട്ട് പറയാനില്ല. കാരണം നമുക്ക് ഇനി ഒരുപാട് സമയം വർത്തമാനം പറഞ്ഞ് കളയാനില്ല. കാരണം 1.5 നടക്കുന്നുണ്ട്. ഈ വർഷം കഴിക്കണം. കോളേജിൻ്റെ കലാപരിപാടികളുണ്ട്. പിന്നെ നെച്ചേരി അവക്കള്ളിയുണ്ട്. അപ്പോൾ എല്ലാവരും കലാപരിപാടികൾ അവതരിപ്പിക്കേണ്ടതുണ്ട്, നമുക്ക് ആസ്വദിക്കേണ്ടതുണ്ട്, ഓണസദ്യ കഴിക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് നന്ദി കഴിക്കാം. തുടങ്ങിയ വർഷം ഞങ്ങളെല്ലാവരും നെഞ്ചോട് ചേർത്ത് തുടങ്ങിയ സംവിധാനം തുടങ്ങിയ വർഷം അറിയുന്നവര് കൈബന്ധിക്കുക. അറിയുന്നവര് കൈബന്ധിച്ചാൽ മതി, ആൻസർ പറയണ്ട. എത്ര കൈബന്ധിച്ചിട്ടുണ്ട്? ഓക്കെ അല്ലേ? ഇനി ഞാൻ പറയാൻ നൽകുന്നതിനായിട്ട് നിങ്ങളെല്ലാവരും ഇതൊരു ഫോട്ടോ എടുക്കേണ്ടതാണ് കേട്ടോ. 6 പേരും ഒരേപോലെ, ഇതുകൊണ്ട് ഒരപ്പനമ്മ പെറ്റ മക്കളെ പോലെ ഇരിക്കുന്ന 6 പേരും. അപ്പൊ തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷം. എന്തായാലും ക്രിസ്റ്റോണിനെ നമ്മുടെ ആദ്യത്തെ സമ്മാനം നൽകുന്നതിനായിട്ട് ക്രിസ്റ്റോണ് നവംബർ മാസം അടക്കമാണ് പറഞ്ഞാൽ ജയ്സേട്ടൻ അധ്യക്ഷത വഹിക്കുന്നു. ചീഫ് ഗസ്റ്റ് അനീഷ് നമ്മുടെ സമ്മാനം എല്ലാവരും കൈയടിക്ക്. ഫോട്ടോ അടുത്ത് ഞാൻ എൻ്റെ മക്കളോട് പറയാറുണ്ട്, ഒരു കാക്ക വീട്ടിൽ വന്നു കഴിഞ്ഞാല് കാക്ക നോക്കുന്നത് കണ്ടോ നമ്മള്? ഒരു വിദ്യാർത്ഥിക്ക് വേണ്ട ഏറ്റവും വലിയ ദൃഷ്ടി എന്താണ്? കാക ദൃഷ്ടി. കാക്കയുടെ നോട്ടം കണ്ടോ? നിങ്ങൾ നോക്കുക, നോക്കിയ കാക്കയുടെ ഞാൻ ഒരു ചാലഞ്ച്. കാക്ക നോക്കുന്നതോടെ ആർക്കെങ്കിലും അനുകരിക്കാൻ അതെ കാക്കയുടെ നോട്ടം അറിയാം. അതായത് 2 ആംഗിളിൽ കാക്ക നോക്കും ഒരു വിഷയത്തിന്.
ഇങ്ങോട്ട് ആന്റിന അത് പിടിച്ചിക്ക അങ്ങോട്ട് നോക്കിയാ എട്ട് വരൂ. നമ്മുടെ ഒരു കണക്കെട്ട് പോലീസിനെ എപ്പോഴും പറയാൻ പറയുന്ന സന്തോഷം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ മതി ഞങ്ങൾ 1997 നവംബർ 16 എൻ്റെ ഈ ബിൽഡിങ്ങിൽ നമ്മൾ പറഞ്ഞ ബിൽഡിങ്ങാണ് നമ്മൾ ഉദ്ഘാടനം നടത്തിയത്. എപ്പോഴെങ്കിലും ഒരു സംശയം ചോദിക്കുന്നത് 1997 നവംബർ 16 11 മണിക്ക് നമ്മുടെ കുർബാന കഴിഞ്ഞിട്ട് ബാക്കി കുട്ടികളാണ് നമ്മുടെ വിദ്യാർത്ഥി നടത്തുന്നത് കേട്ടോ. ഓക്കെ, ഒരു സമൂഹത്തിൽ നിന്റെ മക്കളെ കുറിച്ച് പറയുന്നത് ഒരു കുട്ടികളെയും താറ്റി പറയുന്നത് അങ്ങനെ പറയുന്നത് കേട്ടോ. കുറേ ഇവിടെ എല്ലാവർക്കും ഉണ്ട്, എനിക്കൊക്കെ പറയുന്നത് കുഞ്ഞുങ്ങളൊക്കെ പറയുന്നത് റിക്വസ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, താങ്ക് യു. അതിന്റെ കുടുംബങ്ങൾ അങ്ങനെ സന്തോഷമായിട്ടൊരു ദിവസമാണ്. അപ്പൊ ഹാപ്പി ആണോ ഇപ്പൊ പറഞ്ഞല്ലോ കൂടി നമുക്ക് വിശക്കുന്നുണ്ട്. എനിക്കറിയാം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. നല്ല മനസ്സിന്റെ ലിയോണ്ട് തലക്ക് വെച്ച് കൈയിട്ട് പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ കുടുംബാംഗങ്ങൾ എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മുടെ കാരണത്തിൽ ജോസ്തരിച്ച് ഇത് ഒരു 8 ഗ്രാമിന്റെ ഒരു പവൻ തങ്കമാണ് കേട്ടോ. ലിയോൺ തങ്കമാണ് ഞങ്ങളുടെ കമ്പനിയിൽ. ലിയോൺ തങ്കം തന്നെ കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, താങ്ക് യു. ജോസ്തരിച്ചത് കൊടുത്ത് ലിയോൺ അത് വാങ്ങിക്കുക. താങ്ക് യു. ഞങ്ങളൊരു ഗിഫ്റ്റ് സോജനോട് ആദ്യം സൂചിപ്പിച്ച് എന്തായാലും ഞാൻ നിങ്ങളുടെ അംഗീകാരത്തിന് ഞാൻ മറുപടി പറയുന്നു. ഞാനിത് എൻ്റെ ഒരു സജഷൻ ആയിരുന്നു. കാണിക്കപ്പുറം ക്രൂസില് 0 പേയ്മെന്റ് എന്നുള്ള രീതിയിൽ ഞാൻ എല്ലാവർക്കും മാതൃകയാവണം, ചോദ്യചിഹ്നമാവണം എന്ന ആഗ്രഹമായിരുന്നു. കാണിക്കപ്പുറം ക്രൂസിന്റെ എല്ലാ വരുമാനത്തിലും എല്ലാവരും ഈക്വൽ ഷെയർ ഹോൾഡർ ആയിരുന്നു. പക്ഷെ ഇത് വാങ്ങിക്കുമ്പോൾ അതിന് ചോദ്യചിഹ്നമാവുമെന്ന് സംശയമുണ്ട്. എന്നാലും നിങ്ങളെല്ലാവരും അംഗീകാരം ഏറ്റുവാങ്ങണം എന്ന് മാത്രം. ആ അംഗീകാരം എൻ്റെ വൈഫും കൂടി നിങ്ങൾക്ക് ഏറ്റുവാങ്ങും. അപ്പൊ എന്റെ വാക്കുകൾ അവസാനിക്കാനെന്ന് അറിയും. രണ്ട് കൈ സ്വീകരിക്കുന്ന മോളിച്ചാണ്. ഞങ്ങളുടെ കാണിക്കപ്പുറം പോലീസിന്റെ വിളക്കായിരുന്നു മോളിച്ച്. ഞങ്ങൾ മോളിച്ച് വീട്ടിൽ പോകുമ്പോഴും എവിടെ പോയാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ കെട്ടിപ്പിടിക്കില്ല മാത്രം. ഞങ്ങൾ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഞങ്ങളെ ഏറ്റവും ഒരു സുഹൃത്തായിരുന്നു മോളിച്ച്. ആ മോളിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ അറിയാം ഞങ്ങളെ വീടിന്റെ ഏത് കോണിലേക്ക് ഞങ്ങൾക്ക് പ്രവേശനമുള്ള ഒരു വീടാണ്. ഓണാഘോഷിക്കാനായിട്ട് അവർക്ക് ഭാഗ്യം കിട്ടി. അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത് കഴിഞ്ഞാൽ ഊണാണ്. താങ്ക് യു. എല്ലാവർക്കും എൻ്റെ പുതിയ നല്ല ഓണാശംസകൾ. ഞങ്ങൾക്ക് ഇങ്ങനെ ഓണാഘോഷത്തിലേക്ക് ഞങ്ങളെല്ലാവരും ഓണാഘോഷത്തിന് ആദ്യമേ തന്നെ നന്ദി പറയുന്നു. ഓണാഘോഷം ഇപ്പോൾ വരാൻ പോകുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ പറയാറുണ്ട് ഓണത്തിന് ഉണ്ടാവില്ല, അങ്ങനെ പോകും. ഇങ്ങനെ ഇങ്ങോട്ട് ഓണാഘോഷം എന്ന് വെച്ചാൽ എല്ലാവരോടും നന്ദി പറയുന്നു. ഞങ്ങളൊക്കെ മിസ് ചെയ്യാറുണ്ടോ? പിന്നെ അതുപോലെ തന്നെ അവിടെ മലയാളികളോ പള്ളി കുറച്ച് വിശേഷങ്ങളൊക്കെ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അവിടെ കുഴപ്പമില്ല, എന്തായാലും മലയാളത്തും എല്ലാ കാര്യങ്ങളും ഉണ്ട്. പള്ളികള് മലയാളം കുർബാന കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, വളരെ ചുറ്റായിരിക്കും. ചൂടാനും ലാറ്റിനൊക്കെയാണ് കൂടുതലുണ്ടാവുക. എന്നാലും കുഴപ്പമില്ല, ഉള്ളതുകൊണ്ട് അവിടെ കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുന്നുണ്ട്. എല്ലാവരും മിസ് ചെയ്യണ്ട്. സ്ലാങ്ങിന് വലിയ മാറ്റങ്ങളൊന്നുമില്ല. പഴയ ഇംഗ്ലീഷല്ല, പുതിയ ഇംഗ്ലീഷാണ് മാറ്റിയിട്ടുണ്ടാവും. വേറെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. അത് വേറെ അവിടെ വേറെ ആഘോഷങ്ങളൊന്നും ഇല്ല അവിടെ. അപ്പൊ ഏറെ സുന്ദരിയായ നമ്മുടെ ലിബിനയെ ആശംസകൾ അർപ്പിക്കുന്നത് വേണ്ടി സുന്ദരി. ഓണത്തിന് ഇനി 5 ദിവസങ്ങൾ ബാക്കി നിൽക്കെ ഞങ്ങൾ ഓണാഘോഷ പരിപാടി ഞങ്ങളും കൂടി കൂട്ടി നടത്താൻ തീരുമാനിച്ചത് സന്തോഷം അറിയിക്കുന്നു. നന്ദി പറയുന്നു. നാളെ എല്ലാവരും എയർപോർട്ടിലേക്ക് ക്ഷണിക്കുന്നു. എയർപോർട്ടിക്കല്ല, വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. രാത്രി 8:45 ഫ്ലൈറ്റ്. സന്തോഷം. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവർ പറയുന്ന സ്ലാങ് ഒന്നും എനിക്ക് ഞാൻ എന്റെ കാര്യം പറയണം, സത്യമായിട്ട് എനിക്ക് അധികം മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പൊ അങ്ങനെ സെറ്റായി വരുന്നു. എല്ലാവരും അങ്ങനെ ഇപ്പൊ പേടി അമൽചേട്ടൻ പറയുമ്പോൾ പരിപാടിക്ക് നിങ്ങളുടെ വലിയ വിശ്വാസം പറയാൻ കല്യാണം മുടക്കില്ല അത് വരാൻ പറ്റുന്നില്ല. ഒരു ചേട്ടനെ ഒരു പ്രേക്ഷകരല്ലേ
കാലമാളയ്ക്ക് മര്യാദ പാട്ട് പഠിച്ചോളൂ. ഞാൻ അവനെ പറ്റില്ല പറഞ്ഞു. അപ്പൊ പ്ലാസ്റ്റിക് എടുത്ത് കളി സ്ഥലം വന്നപ്പോ സാരില്ല സ്ഥലം ഉണ്ടായില്ല. നല്ല ലക്ഷണ ഞങ്ങളുടെ ഓണസദ്യയിൽ ചിക്കനും അതുപോലെ തന്നെ ചിക്കൻ വെച്ചത് ചിക്കൻ വറുത്തതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളങ്ങനെ എന്താ പറയുക മാംസാഹാരങ്ങളൊന്നും ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നില്ല. പച്ചക്കറികളും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഇറച്ചിയും ഉണ്ടായിരുന്നു. ഞാൻ ഞായറാഴ്ചയാണ് ഓണാഘോഷം നടത്തിയത്. അപ്പം ഞങ്ങളുടെ ഇലയിൽ ഇങ്ങനെ ഇറച്ചിയും ഉണ്ടായിരുന്നു കേട്ടോ. സെക്കൻഡ് വരെ മാനെടുക്കാം Thank you.
അതെ, മത്ത കുറ്റ കുമ്പളം നോക്കുന്നു. എനിക്കത് മാത്രം പറയാനുള്ളത്. കുറേയേറെ കഴിവുകൾ കേൾക്കുന്നുണ്ട്. കാരണം അത് കണ്ടാൽ മനസ്സിലാവും. നമ്മുടെ ജിബിൻ നമ്മുടെ ടീമിലെ ഏറ്റവും വലിയ വളരെ സൈലന്റ് ആണ്, പക്ഷെ കുറേയേറെ കഴിവുകളാണ്. നമ്മൾ എന്തെങ്കിലും പരിപാടി വെക്കുമ്പോൾ ജിബിന്റെ ഒരു തനതായ ഒരു സാധനം. പക്ഷേ ഈ ഗ്രിഗിനെ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ അവന് ഒരു സംഗതികൾ, സംഗീതം, അതിന്റെ ടൈമിങ്ങിൽ എടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ ഈ പ്രായത്തില് അങ്ങനെ ഒരു കഴിവ്, ഞാൻ പറയുന്നത് വെറുതെ പറഞ്ഞല്ലോ ജിബിൻ, അത് നല്ലൊരു കഴിവുണ്ട്. സംഗീതത്തിനെ കുറിച്ചും അതിനെക്കുറിച്ച് ബോധ്യമുണ്ട്. തീർച്ചയായിട്ടും അതിനുള്ള എല്ലാ കഴിവുകളും അവിടെ ഇതിൽ നമ്മുടെ എല്ലാവിധ പ്രാർത്ഥന ആശംസകൾ. ഒരു ഇഷ്ടമുണ്ടാവില്ല. അവാർഡ് കിട്ടിയുള്ള ആളാണ്. റോസ്മോളെ കുറിച്ച് അറിയാലോ, ഡാൻസിനായാലും എല്ലാത്തിനും. അല്ല, റോസ്മോളൊക്കെ അറിയാം, പള്ളിയിൽ വെച്ചിട്ടുള്ള പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും. ആ പള്ളിയിൽ ഒരു താരാണ്. അപ്പൊ ഈ ബാഡ്മിന്റന്റെ സംസ്ഥാനങ്ങളിലല്ലേ സമ്മാനം വാങ്ങിക്കാൻ റോസ്മോൾക്ക് ആയിരമായിരം നന്ദി. വരും തലമുറയ്ക്ക് സന്ദേശമായിട്ട് എല്ലാവർക്കും ഓണാശംസകൾ. അടുത്ത ഇത് ഫസ്റ്റ് കിട്ടിയോണ്ട് ഈ അടുത്തൊരു അഭിനയ മത്സരമുണ്ട്. അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കണം ജയിക്കാൻ. പിന്നെ അനുസരിച്ചു. പിന്നെ ഞാൻ പോകുന്നത് റവന്യൂക്ക് ഞാൻ അങ്ങനെ പോകാൻ പറ്റുള്ളൂ. പിന്നെ എപ്പോഴും ഉണ്ടാവില്ല ഈ ഓണം കഴിഞ്ഞിട്ട് റവന്യൂ വരുന്നുണ്ട്. പിന്നെ എപ്പോഴും മത്സരം ഉണ്ടാവില്ല. അത് മത്സരം ആവാറാകുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രാക്ടീസ് ഉണ്ടാവും. ഓണാഘോഷമൊക്കെ ഉണ്ടാവും. പക്ഷെ ഓണാഘോഷം ഉണ്ടായി നമുക്ക് ആഴ്ചയൊക്കെ പോയി കഴിക്കാൻ പറ്റി. പിന്നെ ഇനി ഓണാഘോഷം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ചേച്ചിയോട് പറഞ്ഞ പോലെ ഇനിയിപ്പോൾ നമുക്ക് അറിയില്ല. പോകാന്നുള്ളത് നമുക്ക് ആദ്യം ഇനി പോവാം. ജയിക്കാന്ന് പറയുമ്പോൾ നമ്മൾ ടൂർ പോകാൻ കുഴപ്പമില്ല. 10 മാസം. പക്ഷെ പോയിട്ടാണ് ഇനി നിലനിൽക്കണമെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണോ ടൂർ പോവോ? ഇപ്പൊ ഹാപ്പിയാവും. ജയിക്കാൻ പറഞ്ഞ ഒന്നും പറയില്ല. ഞാൻ പറഞ്ഞു അതുപോലെ ഒരു ആൻസർ വേണം. നമുക്കുള്ള സമയത്ത് പോകും. മക്കൾ ഇപ്പൊ നമ്മുടെ മക്കളൊക്കെ നമുക്ക് പഠിച്ചിട്ട് പോണേ എഴുതി പിടിക്കാറത്തില്ല. നിന്നെ ഞങ്ങൾക്ക് ഈ നാല് ആവശ്യമില്ല. അടുത്തതായിട്ട് നമ്മൾ കണ്ടുപോകും. ഞാൻ പൂക്കള മത്സരത്തിലെ പൂക്കളെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും ഗംഭീരമായിട്ട് പൂക്കളം ബാക്കിയെല്ലാവരും കൂടെ എൻജോയ് ചെയ്തിട്ടുള്ള അതിനേക്കാൾ കൂടുതൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നാളെ നമ്മൾ നിങ്ങളിലേക്ക് തിരിച്ചു പോകുന്നത് കണ്ടിട്ട് ഞങ്ങൾ സമ്മാനം. apa bodoh selesai lagi kedai selesai. അധികം ആൾക്കാർ വെക്കണം. നോക്കാം ഭക്ഷണമൊക്കെ കഴിച്ച് പാലത്തിൽ മാത്രമല്ല, അതായത് കാണിക്കപുരം കമ്പനിയായിട്ട് ഞങ്ങൾ തമ്മിലുള്ള അടുപ്പത്തേക്കാളും കൂടുതൽ അടുപ്പം കമ്പനിയായിട്ട് അമ്മച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കാശ്മീർ ടൂർ കഴിഞ്ഞായിരുന്നു. എക്സാമായിട്ട് ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാനൊന്നും പാസ്സാകാൻ കൊടുത്തു. എന്താണ് എഴുതി നമ്മുടെ പള്ളിയിൽ ആദ്യമായിട്ടാണ് പറഞ്ഞ കാര്യം 10th ഫസ്റ്റ് റാങ്ക് വന്നിട്ടുണ്ട്. Charla, vai que
Every time I look into the mirror, I say thank you, God. You did a damn good job. Give him a round of applause. I know the boys go, thank you, God. You did a damn good job. That's the queen in the rush. And everybody goes. Happy wedding. ചിരിച്ചോ? ഹാപ്പി ഓണം പറയും. ഒന്നുകൂടി ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം പറയും. ഓക്കെ. അപ്പം അങ്ങനെ ഞങ്ങളുടെ ഓണാഘോഷം തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു ഓണത്തിലുള്ള എല്ലാ ഐറ്റംസും നമുക്ക് കുറിക്കമ്പനിയിൽ നിന്ന് കിട്ടി. ഞങ്ങളുടെ അടിച്ചു പൊളിച്ചുള്ള ഓണമാണ് കേട്ടോ. ഈ ഒരു പരിപാടിയോടെ അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.